ചേട്ടാ ആ ചേട്ടാ ട്രംപ് പിന്നെയും വന്നിട്ടുണ്ട്. വന്നാ? എനിക്കറിയില്ല. ഇല്ല മോനെ. അപ്പൊ ശരിയാണ്, ഞങ്ങൾ വേറെ ആരെങ്കിലും. അല്ല, നീ ഒരു കാര്യം ചെയ്. ഞങ്ങളുടെ ആശാൻ വന്നുണ്ട്. ആശാനോട് ചോദിക്കും. ആശാനേ വന്നേ, ഒരുത്തൻ കമ്പും കോലായിട്ട് ട്രംപിനെ കുറിച്ച് തന്നെയാണ്. വാ ഇങ്ങോട്ട്. അന്ന് എന്താ വെച്ചാൽ പറഞ്ഞോട്. മൂപ്പര് പറഞ്ഞു തരൂ കേട്ടോ. എടാ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞാൽ മതിയോ? നീ ഇനി ട്രംപിനെ കുറിച്ച് ചോദിച്ചാൽ നീ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. നീ ആശാന്റെ അടുത്ത് ചോദിക്കും. നീ ഇല്ലെങ്കിൽ പങ്കായത്തിന് അടിക്കൂട്ടാ. ഇനി നീ അറിഞ്ഞിട്ട് പോയാൽ മതി. പ്രിയപ്പെട്ട കേരളത്തിലെ മദ്യപാനി സുഹൃത്തുക്കളെ, ആശാനെ കേരളത്തിൽ മാത്രമല്ല മലയാളി ലോകത്ത് മൊത്തം പോയി വാട്ടണുണ്ട്. എങ്കിൽ കേരളത്തിലെ മാത്രമല്ല ആഗോള മദ്യപാനി സുഹൃത്തുക്കളെ, നിയമപരമായ മുന്നറിയിപ്പ്: മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. അതെന്താ ആശാനെ അങ്ങനെ? അത് ചുമ്മാ ടി വിയിൽ എഴുതി കാണിച്ചാൽ മതി, കുഴപ്പമില്ല. എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം മാക്ക് നടിക്കണ്ടല്ലോ അവിടെ പോയിട്ട്? സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു, സീരിയസ് ആയിട്ട്. കേളൻ കേളന്റെ കാര്യം ഞാൻ പറയുന്നതാണ്. ഓക്കെ, സമാധാനമായിരിക്കും. ഞങ്ങൾ മദ്യപാനി സുഹൃത്തുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മദ്യപാനികളെ 24 മണിക്കൂറും മദ്യത്തിൽ ജീവിക്കുന്നവരായി നിങ്ങൾ കാണരുത്. ഞങ്ങൾ പണിയെടുക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായി. ധൈര്യക്കുന്നില്ല ഇവനെ പോലെയുള്ള മന്ദന്മാർ ഒരു കേളന്റെ വീട്ടിൽ പണിക്ക് ചെന്നപ്പോൾ നീ കേളന്റെ വീട്ടിലല്ലേ പോയത്? മറ്റേ പട്ടാളക്കാരനാണ്. പക്ഷേ എന്ത് കുന്തോ ആയിക്കോട്ടെ, പട്ടാളക്കാരനാണ് ആശാനെ. ശല്യപ്പെടുത്താതെ. ക്ഷമിക്കണം. കേളന്റെ അടുത്ത് പണിക്ക് പോയപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ശമ്പളം വേണോ, കുപ്പി വേണമോ? അവരുടെ അടുത്ത് പറഞ്ഞു, മുന്തിയ ഇനം കുപ്പിയാണെന്ന് പറഞ്ഞ് കുതിരയ്ക്ക് കൊടുക്കുന്ന മഞ്ഞ് മേഖലകളിൽ, ഡാർജിലിംഗ് പോലെയുള്ള മഞ്ഞ് മേഖലകളിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന ഏതോ കൂറ സാധനം കൊടുത്ത് പാവങ്ങളെ പറ്റിച്ചു. ഇത്തരം വിഷയങ്ങളിലും സർക്കാർ നടപടികൾ എടുക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ട്രംപ് എന്ന് പറഞ്ഞ സാധനം സർക്കാർ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. ഞങ്ങൾ എന്തായാലും അത് വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. അതെന്താ ആശാനെ? കുട്ടിനിക്കറും കുട്ടിപ്പാവാടയും ഇട്ട് EMI അടയ്ക്കുന്ന മാന്യന്മാർക്കാണ് ഇതുപോലെയുള്ള വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ പണിയെടുത്തുണ്ടാക്കുന്ന കാശികളും കുറച്ചടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ചെറിയ മദ്യപാനികൾ ഇതാവശ്യമില്ല. സർക്കാർ വളരെ മൃഗീയമായാണ് ഞങ്ങളോട് വരുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഞങ്ങൾ കൊടുക്കുന്ന ഓരോ സെസ്സും വാങ്ങി ഞങ്ങളെ പരിഹസിക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത്. അല്ല ചേട്ടാ, ഞാൻ ഈ ട്രംപിനെ കുറിച്ച് ചോദിച്ചേ. ഞാൻ കുറിച്ച് പറയാടാ. നീ അവിടെ ആ കുണാണ്ടം പിടിച്ച് മര്യാദയ്ക്ക് നിൽക്കും. നിനക്ക് ട്രംപിനെ പറ്റി അറിയോ? നീ പോയി വാർത്ത എന്ന് പറഞ്ഞു വെച്ചിട്ട് മൈക്കും കൊണ്ട് നാട്ടുകാരടുത്തല്ലേ ചോദിക്കുന്നത്, ചേട്ടാ അവിടെ എന്താ സംഭവിച്ചു, ഇവിടെ എന്താ സംഭവിച്ചു? നിനക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നീ അത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ പരദൂഷണം പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വാർത്ത ഉണ്ടാക്കാൻ നടക്കരുത് കേട്ടല്ല. ഇത് സ്ഥലം വേറെയാണ്, പങ്കായത്തിന് തല്ലും. ചേട്ടൻ പറഞ്ഞു. ക്ഷമിക്കണം, ഞങ്ങൾ മാന്യന്മാരാണ്, ആരുടെയും മേക്കിട്ട് കയറാറില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യവും മദ്യത്തിന് വില കൂട്ടുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇവിടെ കറണ്ടിന് വില കൂട്ടി, പെട്രോളിന് വില കൂട്ടി, സർവ്വ സാധനങ്ങൾക്കും വില കൂട്ടി. എന്തിനു പറയുന്നു, ഇടുന്ന അണ്ടർവയറിന്റെ വള്ളിക്ക് പോലും നിങ്ങൾ വില കൂട്ടി. അപ്പോഴെല്ലാം നിങ്ങൾ ചെയ്തൊരു കാര്യം, നിങ്ങൾ പല സ്ഥലങ്ങളിൽ അദാലത്തുകൾ നടത്തി അത് ഉപയോഗിക്കുന്നവരെടുത്ത് ചോദിച്ച് അഡ്വക്കേറ്റുമാരടക്കമുള്ളവർ വന്നിട്ടല്ലേ അത്തരം വിഷയങ്ങളെ പറ്റി സംസാരിച്ചത്. എന്നിട്ടല്ലേ നിങ്ങൾ വില കൂട്ടിയത്. ഞങ്ങൾ പാവം മദ്യപാനികളുടെ മേളിൽ മാത്രം നിങ്ങൾ വിലക്കയറ്റം അടിച്ചേൽക്കും. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലില്ല ആശാനെ, നമ്മൾ പ്രതിഷേധിച്ചിട്ടില്ലോ. വരുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം തികയാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ വഴിതികളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു പെക്കടിച്ച് സമാധാനത്തിന് വേണ്ടി ഒരു പെഗ്ഗും കൂടി അടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ
റോഡിന്റെ ഏതെങ്കിലും വശത്തൂടെ സമാധാനമായി പോകും. ആക്റ്റീവയിൽ പോകുന്ന ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി. പോലീസ് ഉദ്യോഗസ്ഥർ അപമര്യാദയായി പെരുമാറാറില്ല. അവരൂതിക്കുന്ന ആ മിഷ്യൻ പോലും ഞങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് വാങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട സാറന്മാർ അത് ഓർക്കാറില്ല. ഞങ്ങൾ നികുതിദായകരല്ലേ? പൃഥ്വിരാജ് നികുതി നൽകിയപ്പോൾ നിങ്ങൾ പൃഥ്വിരാജിനെ വെച്ച് പരസ്യം ചെയ്തു. സച്ചിൻ നികുതി നൽകിയപ്പോൾ സച്ചിനെ വെച്ച് പരസ്യപ്പെടുത്തു. ഞങ്ങൾ നൽകുന്നത് നികുതിയല്ലേ? 300 400 ഇരട്ടി നികുതി യാതൊരു മടിയും കൂടാതെ ഞങ്ങൾ നൽകുന്നില്ലേ? ഡേയ്, അവിടെ പോയിരിക്കണേ. സീരിയസ് ആയിട്ട് നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ വന്നിച്ചിട്ട് ചിരിക്കുന്നത്. അവിടെ പോയിരുന്നേ. ഞാൻ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. അത് മനസ്സിലാക്കുക. ശരിയാ ശാൻ. ഞങ്ങൾ എങ്ങോട്ടാണ് മയക്കൊണ്ടിരുന്നത്? അന്നാ കേക്ക് കുത്തി കേട്ടാ. താങ്ക് യു. ക്ഷമിക്കണം, ഞങ്ങൾ ആരോടും ദേഷ്യപ്പെടുന്നവരല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അഭിമാനകരമായ മുന്നേറ്റമുണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് കൂടി സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിന് മുൻപിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു മധ്യമേഖല DIG. അദ്ദേഹം ഞങ്ങളോട് കാണിച്ച ആ ആദരവിന് ഒരു 100,000 പൂച്ചെണ്ടുകൾ. നിങ്ങൾ ക്രിക്കറ്റ് മേഖലകളിലേക്ക് കളി അറിയാവുന്നവരെ തിരഞ്ഞെടുക്കുന്നു, മന്ത്രിമാരെ മുൻ പരിചയമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ മദ്യം തുടങ്ങിയ മേഖലകളിലേക്ക് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ദയവ് ചെയ്ത് മദ്യപാനിയുടെ വിഷമം അറിയുന്ന നല്ലൊരു മദ്യപാനിയെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ മന്ത്രിസഭയോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഒരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ സർക്കാരിന് യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ മേളിൽ എന്തു വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. ആശാനെ വെള്ളം കുടി. താങ്ക് യു. മോരും വെള്ളം, നാടൻ സംഭാരം. ജവാൻ. താങ്ക് യു. ക്ഷമിക്കണം, ഞങ്ങൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ മേളിൽ സെസ് ഏർപ്പെടുത്തുന്നു. 1 രൂപ കൂട്ടുന്നു, 2 രൂപ കൂട്ടുന്നു, നികുതി കൂട്ടുന്നു. അവസാനം കുലച്ചതിയായ മദ്യത്തിൻ്റെ വീര്യം വരെ കുറയ്ക്കുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ പേരിൽ KSRTC ബസ് കത്തിച്ചോ? ഏതെങ്കിലും മന്ത്രിയെ വഴിയിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ ഞങ്ങൾ തല്ലിയോ? ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മതിലുകൾ ചാടിക്കടന്നു. സർക്കാർ ഓഫീസുകൾക്കെതിരെ ഞങ്ങൾ കല്ലെറിഞ്ഞു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്ന പേര് സാമൂഹിക ദ്രോഹികളെന്ന്. ഈ സമൂഹം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മദ്യപാനി സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ എൻ്റെ വാക്കുകളെ എന്താണ് അവൻ വന്ന് ആ കോയിലും പിടിച്ചോണ്ടിരിക്കുന്നത് ട്രംപിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ക്ഷമിക്കണം, ഞങ്ങൾ ആരോടും ദേഷ്യപ്പെടാറില്ല. പ്രിയമുള്ളവരെ, ഈ ട്രംപ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മദ്യപാനികളെ, സാധാരണക്കാരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഇറക്കിയ സാധനമാണ്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഈ സാധനം നിങ്ങളിനി ഏത് കൗണ്ടറിൽ കൊണ്ടുവച്ചാലും ഞങ്ങൾ രാജ്യസ്നേഹികൾക്കൊപ്പമാണ്, രാജ്യത്തിനൊപ്പമാണ്, അതിർത്തിയിൽ നിൽക്കുന്നവർക്കൊപ്പമാണ്. ജയ് ജവാൻ.